ഇടതുപക്ഷത്തിന്റെ ജനാധിപത്യ പോരാട്ടങ്ങളെയും ജനവികാരത്തെയും അട്ടിമറിച്ച് വൻ ഭൂരിപക്ഷത്തിന്റെ അഹങ്കാരത്തിൽ കൊട്ടിഘോഷിച്ച് അധികാരത്തിലേറിയ UDF സർക്കാരിന്റെ അന്ത്യം കുറിക്കാൻ കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു. മുഖ്യമന്ത്രി കസേരയിൽ കടിച്ചു തൂങ്ങാൻ നോക്കുന്ന VD സതീശനും സംഘത്തിനും ഇനി ആയുസ് വെറും 1000 ദിവസങ്ങൾ മാത്രമാണ്. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം രാജ്യത്താകെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് യാഥാർത്ഥ്യമാക്കാനുള്ള കേന്ദ്ര നീക്കത്തോടെ സതീശൻ സർക്കാരിന്റെ ഭാവിക്ക് മുന്നിൽ കരിനിഴൽ വീണിരിക്കുകയാണ്. അധികാരം 3 വർഷം കൊണ്ട് അവസാനിപ്പിച്ച് പടിയിറങ്ങേണ്ടി വരുമെന്ന ഭീതിയിലാണ് ഇപ്പോൾ UDF ക്യാമ്പ്. ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെ കാത്തിരിക്കുന്നത് വൻ തിരിച്ചടിയാണ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, മണ്ഡല പുനർനിർണയ ബില്ലുകൾ വരാനിരിക്കുന്ന മൺസൂൺ സമ്മേളനത്തിൽ നിയമമാക്കാൻ BJP ഒരുങ്ങിക്കഴിഞ്ഞു. തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും പ്രതിപക്ഷ കക്ഷികൾക്കേറ്റ കനത്ത പ്രഹരമാണ് BJPക്ക് ഇവിടെ വഴി തുറന്നത്. തമിഴ്നാട്ടിൽ വിജയ് ഭരണം പിടിച്ചതോടെ DMK ഇപ്പോൾ BJPയുമായി രഹസ്യധാരണയിലാണ്. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ മുന്നിൽ നിർത്തി ഭരണം തിരിച്ചുപിടിക്കാൻ DMK MPമാർ പാർലമെന്റിൽ BJPയുടെ ഈ ബില്ലിനെ അനുകൂലിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. സ്റ്റാലിനെ കേന്ദ്രമന്ത്രിയാക്കാമെന്ന BJPയുടെ വാഗ്ദാനത്തിന് മുൻപിൽ DMK വീണു കഴിഞ്ഞു. പശ്ചിമ ബംഗാളിലാകട്ടെ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ഏത് നിമിഷവും പിളരുമെന്ന അവസ്ഥയാണ്. ബഹുഭൂരിപക്ഷം തൃണമൂൽ MPമാരും BJPയുടെ പാളയത്തിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുകയാണ്. കേരളത്തിൽ ഭരണം കിട്ടിയതോടെ VD സതീശന്റെ പ്രതിച്ഛായ കുത്തനെ ഇടിഞ്ഞു പൊളിഞ്ഞു വീണു. അദാനി ബന്ധവും ധാർഷ്ട്യവും നിറഞ്ഞ സതീശൻ ഇപ്പോൾ പിണറായി വിജയനെ പഠിക്കുകയാണെന്നാണ് അണികൾ വിമർശിക്കുന്നത്. IAS ഉദ്യോഗസ്ഥരുടെ ഏകപക്ഷീയമായി സ്ഥലം മാറ്റം മുസ്ലിം ലീഗിനെ പോലും കടുത്ത അമർഷത്തിലാക്കി. മുഖ്യമന്ത്രിയുടെ സ്വേച്ഛാധിപത്യ നടപടി എന്ന രീതിയിൽ വലിയ രീതിയിലാണ് വിമർശനം ഉയരുന്നത്. വിദ്വേഷ പ്രസംഗം നടത്തിയ തുഷാർ വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രി സന്ദർശിച്ചതും വെള്ളാപ്പള്ളി നടേശന് മുന്നിൽ മന്ത്രി ബിന്ദു കൃഷ്ണ തലകുനിച്ചു നിന്നതും UDF അണികളിൽ വൻ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ജനകീയ ചോദ്യം ചെയ്യലുകളെ ഭയന്ന് സോഷ്യൽ മീഡിയയിൽ വിമർശിക്കുന്നവർക്കെതിരെ കേസെടുക്കുന്ന ഫാസിസ്റ്റ് രീതിയാണ് സതീശൻ സർക്കാർ ഇപ്പോൾ തുടരുന്നത്. ഈ ജനവിരുദ്ധ ഭരണത്തിനെതിരെ തിരുത്തലുകളോടെ ഇടതുപക്ഷം ശക്തമായി തിരിച്ചുവരവിനൊരുങ്ങുകയാണ്. CPM സംഘടനാ സമ്മേളനങ്ങൾ പൂർത്തിയാകുന്നതോടെ വലിയ രീതിയിലുള്ള നേതൃമാറ്റവും അടിമുടി പുതുക്കലും പാർട്ടിയിലുണ്ടാകും. ഭരണം നഷ്ടമായെങ്കിലും കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം CPM തന്നെയാണ്. ശക്തമായ വർഗ ബഹുജന അടിത്തറയുള്ള ഇടതുപക്ഷം ജനപക്ഷത്ത് നിന്നുകൊണ്ട് നടത്തുന്ന പടയോട്ടത്തെ ചെറുക്കാൻ ജനപിന്തുണ നഷ്ടപ്പെട്ട UDFന് കഴിയില്ല. ഇതിനു പുറമെ കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര കലഹവും 2029 പൊട്ടിത്തെറിക്കും. മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ട് KC വേണുഗോപാൽ കൂടി നിയമസഭയിലേക്ക് എത്തുന്നതോടെ സതീശന്റെ നില പരുങ്ങലിലാകും. കേന്ദ്ര ഏജൻസികളെ ഭയക്കുന്ന സതീശനെ കൈവിടാൻ കോൺഗ്രസ് ഹൈക്കമാൻഡും തയ്യാറെടുത്തു കഴിഞ്ഞു. ചുരുക്കത്തിൽ ജനദ്രോഹ നയങ്ങളും ആഭ്യന്തര തർക്കങ്ങളും കാരണം 3 വർഷത്തിനിപ്പുറം ഈ സതീശൻ സർക്കാരിന് ആയുസ്സില്ല എന്നത് പകൽ പോലെ വ്യക്തമാണ്.